മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നും തീരത്തെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ അനിശ്ചിതത്വത്തിലാണ്. കാലവർഷം കനത്തതിന് പിന്നാലെ കടലാക്രമണം രൂക്ഷമായതോടെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടക്കമിട്ട പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുടങ്ങിയത്. തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളായ മുതലപ്പുഴയിലും തുമ്പയിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരത്തേക്ക് ഇപ്പോഴും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട തീരമേഖലയായ അഞ്ചുതെങ്ങിലാണ്. ഈ കപ്പൽ അപകടം ഉണ്ടായതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ആശങ്കയുണർത്തുന്ന തരത്തിൽ പ്ലാസ്റ്റിക് തരികളായ നഡിൽസ് അടിഞ്ഞുകൂടിയ 3 സ്ഥലങ്ങളിൽ ഒന്നാണ് അഞ്ചുതെങ്ങ്. പക്ഷേ അഞ്ചുതെങ്ങിൽ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്ലാസ്റ്റിക് തരികൾ മുഴുവൻ ഈ തീരത്ത് നിന്ന് തിരയെടുത്ത് വീണ്ടും കടലിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. ഇവിടെ അതിന്റെ അവശേഷിപ്പുകൾ ഈ കരയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സമീപത്ത് ബോട്ടുകളുടെ അടിയിലും മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തുമൊക്കെ ഇതുപോലെ അതിന്റെ ചെറിയ ചെറിയ തരികൾ ഇപ്പോഴും കിടപ്പുണ്ട്. മറ്റ് പോലീസിന്റെ സുരക്ഷ കഴിഞ്ഞ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പരമാവധി തരികൾ ഇവിടെ നിന്ന് ചാക്കുകളിൽ സുരക്ഷിതമായി പെറുക്കി മാറ്റിയതിനു ശേഷം ശേഷിച്ചവ ഇവിടെ നിന്ന് കടലിലേക്ക് തന്നെ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. എന്തായാലും വലിയ ആശങ്കയായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അമ്മ, ഇത് എത്ര ദിവസം കൊണ്ട് ഇത് മാറ്റിയത്? ഇത് കുറച്ച് നാളുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഇതിന്റെ തലേ ദിവസം തന്നെ ഇങ്ങനെ വന്ന് കടലില് പോലീസുകാരെല്ലാരും കൂടെ വന്നപ്പോഴത്തേനും ജനങ്ങളടുത്ത് പറഞ്ഞ് ആരും തുടരുത്, ഇത് കെമിക്കലുള്ള സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്കാർക്കും അറിഞ്ഞുകൂടാൻ ഇത് എന്താണ് സാധനം. പിന്നീടാണ് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ്. കണ്ടെയ്നറൊക്കെ ഒഴുകി വന്നതൊക്കെ അങ്ങോട്ടങ്ങ് പോവുകയാണ്. ഈ മുതലപ്പുഴ സൈഡിനോട്ടൊക്കെ പിടിച്ചു കയറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ബാക്കി ഈ പോലീസുകാരൊക്കെ പോയി അല്ലേ? പോലീസുകാരൊക്കെ പോയി. അവര് പോയിട്ട് പറഞ്ഞു ഇനി പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഈ സാധനങ്ങൾ വന്നാൽ ഞങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് സാഹചര്യം. അഞ്ചുതെങ്ങിൽ ഈ പ്ലാസ്റ്റിക് തരികൾ വലിയതായി കാണാനില്ല. അതായത് അത് പരമാവധി ഇവിടെ നിന്ന് പെറുക്കി മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചാക്കുകളിൽ നിറച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായി പോലീസ് തന്നെ നീക്കിയിരിക്കുന്നു എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. ഇനി നമുക്ക് പെരുമാതുറയിലെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് പെരുമാതുറയിലേക്ക് പോകാം. അഞ്ചുതെങ്ങിൽ നിന്ന് പെരുമാതുറയ്ക്ക് സമീപം മുതലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അത്ര ആശ്വാസകരമല്ല കാഴ്ചകൾ. കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം വലിയ തരത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ഈ പ്ലാസ്റ്റിക് തരികൾ ഈ തീരങ്ങളിൽ നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതതല യോഗത്തിന് ശേഷം ചീഫ് സെക്രട്ടറി തന്നെ നേതൃത്വം നൽകിയ സമിതി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പെരുമാതുറയിൽ നിന്ന് ഈ മുതലപ്പുഴയ്ക്ക് സമീപത്തു നിന്നുള്ള ഈ ദയനീയമായ കാഴ്ചകൾ. അതായത് ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനു വേണ്ടി വലിയ തരത്തിൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ ഈ നഡിൽസ് കൂട്ടി അടുക്കി വെച്ചിരിക്കുന്നത് ഒരു വശത്ത് കാണാം. അതിന് ഏതാണ്ട് ഒരു 200 മീറ്റർ അകലെയാണ് ഞാനിപ്പോൾ തീരത്തോട് ചേർന്ന് ഉള്ളത്. അവിടെ ഇതാണ് വലിയ തരത്തിൽ മണൽത്തരികൾ കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഇങ്ങനെ കുമിഞ്ഞ് കൂടിക്കിടക്കുകയാണ്. അതിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ 100 മീറ്റർ ഓരോ 100 മീറ്ററിലെയും ഈ പ്ലാസ്റ്റിക് തരികൾ നീക്കി അത് ചാക്കിലേക്ക് മാറ്റി ഇവിടെ നിന്ന് അത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കും എന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രധാനപ്പെട്ട എല്ലാ തീരമേഖലകളിലും അവർ ആരംഭിച്ചതുമാണ്. പക്ഷേ ഇങ്ങനെയൊരു മെല്ലെപ്പൊക്ക് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്ക് അറിയില്ല. പെരുമാതുറയിലെ കാഴ്ച അല്ലെങ്കിൽ മുതലപ്പുഴയിലെ കാഴ്ച ഇതാണെങ്കിൽ ഇവിടെ നിന്ന് തുമ്പയിലേക്ക് എത്തുമ്പോൾ, അതായത് റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ച തുമ്പയിൽ ഏത് തരത്തിലാണ് ഈ പ്ലാസ്റ്റിക് തരികൾ നീക്കുന്ന നടപടികൾ എത്തി നിൽക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഇവിടെ നിന്ന് അടുത്ത യാത്ര ഇനി തുമ്പയിലേക്ക്. മുതലപ്പുഴയിൽ നിന്ന് തുമ്പയിലേക്ക് എത്തുമ്പോൾ സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും നിറഞ്ഞിരിക്കുന്നത്. മണൽത്തരികൾക്ക് മുകളിൽ മിന്നിത്തിളങ്ങി ഈ പ്ലാസ്റ്റിക് തരികൾ നഡിൽസ് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ഞങ്ങളിവിടേക്ക്
ഈ നടപടികൾ, അതായത് ഇവിടെ നിന്ന് ഈ നഡിൽസ് നീക്കം ചെയ്യുന്ന നടപടികൾ നടന്ന ദിവസം ഇവിടെ എത്തിയിരുന്നു. അന്ന് റവന്യൂ മന്ത്രിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വലിയൊരു വൃന്ദം ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അന്ന് വാരിക്കൂട്ടി ചാക്കിൽ കെട്ടിനിറച്ചിരിക്കുന്ന ഈ നഡിൽസാണ് ഇവിടെ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്ത് പല ഭാഗത്തും സമാനമായ തരത്തിൽ ഇരുവശങ്ങളിലും ഇങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും തിരയടിച്ചു വരുമ്പോൾ ഇങ്ങനെ മണ്ണിലേക്ക് കയറി വരുന്ന, തീരത്തേക്ക് കയറി വരുന്ന പ്ലാസ്റ്റിക് തരികൾ നെടുനീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മഴ കാരണമാണ്, അതായത് കാലവർഷം ശക്തിയായി തുടരുന്ന പശ്ചാത്തലത്തിൽ കടൽക്ഷോഭം, കടലാക്രമണമൊക്കെ രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് തരികൾ ഇവിടെ നിന്ന് പൂർണ്ണമായി നീക്കുന്ന നടപടികൾക്ക് കാലതാമസം നേരിട്ടേക്കാമെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ 2 ദിവസമായി മഴ മാറി നിൽക്കുകയാണ്. വലിയ കടലാക്രമണവുമില്ല. പക്ഷേ ഇപ്പോഴും ഈ പ്ലാസ്റ്റിക് തരികൾ വലിയ തരത്തിൽ ഇങ്ങനെ ഈ തീരങ്ങളിൽ തന്നെ കൂട്ടിവെച്ചിരിക്കുന്ന സ്ഥിതിയാണ് തുമ്പയിലും അതോടൊപ്പം തന്നെ പെരുമാതുറയിലുമൊക്കെ നിലനിൽക്കുന്നത്. ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ഇങ്ങനെ ചാക്കിൽ കെട്ടി നിറച്ചു വെക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് ഈ പ്ലാസ്റ്റിക് തരികൾ മണ്ണിൽ നിന്ന് അതിലേക്ക് നിറച്ചു കൂട്ടിവെച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് ജില്ലാ ഭരണകൂടവും റവന്യൂ അധികൃതരുമാണ്. ഈ വാർത്ത കാണുമ്പോഴെങ്കിലും അവരുടെ കണ്ണ് തുറക്കും. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഇതിന്റെ നടപടികൾ, ഇതിവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അതാണ് കേരളത്തിൻ്റെ തീരമേഖലകൾ നേരിടുന്ന ഒരു അസാധാരണ പ്രതിസന്ധിയിലേക്ക് കൂടി ഈ കപ്പൽ അപകടം വഴിവെക്കുന്നു എന്നതാണ്. എന്തായാലും വലിയ ഇടപെടൽ ഉണ്ടാവണം. പവിഴപ്പുട്ട് ശേഖരത്തെ അടക്കം, മത്സ്യസമ്പത്തിനെ അടക്കം വളരെ പ്രതികൂലമായി ബാധിക്കും എന്ന ആശങ്ക കൂടി ഉയരുന്നുണ്ട്.